വില്യപ്പള്ളി ടൗണിൽ RJD പ്രവർത്തകന് വെട്ടേറ്റ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. RJD വില്യപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി MTK സുരേഷിനാണ് വെട്ടേറ്റത്. സംഭവത്തിൽ പ്രതിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വില്യപ്പള്ളി ടൗണിൽ RJD പ്രവർത്തകന് വെട്ടേറ്റ സംഭവത്തിൽ അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു RJD വില്യപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി മനക്കൽ താഴെക്കുനി MTK സുരേഷിന് വെട്ടേറ്റത്. ആക്രമിച്ച പ്രതി ലാലു എന്ന ശ്യാംലാലിനെ നാട്ടുകാർ തിരിച്ചറിഞ്ഞിരുന്നു. ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. സംഭവത്തിൽ പ്രതിയെ പിടികൂടാത്ത പോലീസിന്റെ നിഷ്ക്രിയമായ നിലപാടിനെതിരെ പാർട്ടി ശക്തമായി പ്രതികരിക്കുമെന്ന് RJD ജില്ലാ ജനറൽ സെക്രട്ടറി പ്രേംബാസി പറഞ്ഞു. വില്യപ്പള്ളിയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ വലിയൊരു കൂട്ടായ്മ ആ പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്ന അവസരത്തിലാണ് ആ പ്രദേശത്ത് അതിന് ഒരുക്കപ്പാട് നടത്തിയ സ്ഥലങ്ങളിൽ അഗ്നിക്കിരയാക്കിയത്. കസേലകളും പന്തലും ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും തീ വെച്ച് നശിപ്പിക്കുന്ന ഒരു പ്രവണത ആ പ്രദേശത്തുണ്ടായിരുന്നു. അതിനെതിരായി പാർട്ടി വില്യപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി അവിടെ പ്രതിഷേധ പ്രകടനവും അതോടൊപ്പം തന്നെ പോലീസിന് കംപ്ലൈന്റ് കൊടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രതികളെ പിടിക്കാൻ വേണ്ടി പോലീസ് ഇന്നേ വരെ അല്ലെങ്കിൽ അതിന്റെ അന്വേഷണം ഊർജിതമാക്കി തുടർ നടപടികൾ സ്വീകരിക്കാത്തതിന്റെ ഫലമായി പാർട്ടി കമ്മീഷൻ ഓഫീസിൽ അല്ലെങ്കിൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെ ഈ പ്രതികളെ പിടിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ സമഗ്രമായ ഒരു അന്വേഷണം നടത്താനോ ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല. അതിനുശേഷം സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വധഭീഷണി ഫോണിൽ നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്താനും അതുപോലെ തന്നെ പാർട്ടിക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെന്ന് വളരെ വ്യക്തമായി പാർട്ടിയുടെ വില്യപ്പള്ളി പഞ്ചായത്ത് ഘടകവും നിയോജകമണ്ഡലം കമ്മിറ്റിയും അതുപോലെ ജില്ലാ കമ്മിറ്റിയും നിരന്തരം ആവശ്യപ്പെട്ടിട്ട് പോലും പ്രതികളെ പിടിക്കാൻ സാധിച്ചില്ല. അതിന്റെ തുടർച്ച എന്ന നിലക്കാണ് പാർട്ടിയുടെ വില്യപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള MTK സുരേഷിന് നേരെ ഇന്നലെ നടന്ന വധശ്രമം എന്ന് മാത്രമല്ല, ഒരു പട്ടാപ്പകല് അതിന്റെ പകൽ വെളിച്ചത്തിൽ ആ വില്യാപ്പള്ളി ടൗണിൽ വെച്ച് നിരവധിയായ ആളുകൾ നോക്കി നിൽക്കുകയാണ് സുരേഷിനെ വധിക്കാൻ വേണ്ടി നിന്നെ കൊല്ലുമിട എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാസങ്ങൾക്ക് മുൻപ് RJD യുവജന സംഘടനയുടെ വില്യപ്പള്ളി കുളത്തൂരിലെ പഠന ക്യാമ്പിന്റെ വേദി തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ ലാലു എന്ന ശ്യാംലാലിനെതിരെ സുരേഷ് പരാതി നൽകിയിരുന്നു. എന്നാൽ സംഭവത്തിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.